ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്നും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്ന ഒരു LGS ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി മെയിൻസിനൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ ഉപകാരപ്പെടും. അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഈ ഭുവൻ. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. അപ്പോൾ ഇതിൽ ശരിയായതാണ്, മൂന്നും ശരിയാണ് കേട്ടോ. എയും ബിയും സിയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയറിനെ എന്ത് പറയുന്നു? ഭുവൻ എന്ന് പറയുന്നു. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണിത്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ്? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ്? ഓപ്ഷൻ ബി, ഇവാൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. 103 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. എയും സിയുമാണ് ശരി. അപ്പോൾ GST എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: നഗരത്തിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിലേതാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം, തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഹോക്കി, പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, PT ഉഷ ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. മുംബൈ ഇന്ത്യൻസ്, ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ താരം. വിശ്വനാഥൻ ആനന്ദ് CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ആൻസർ. ഹോക്കി എന്താ? 3, 4, 1, 2. 3 ഹോക്കി വരുമ്പോൾ 3 ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമാണ് ഹോക്കി. PT ഉഷ എന്താ? 4 വരുന്നതാണ് CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. PT ഉഷ. മുംബൈ ഇന്ത്യൻസ് എന്താ? 1 പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ്. വിശ്വനാഥൻ ആനന്ദ് എന്താ? ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. ഇതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? നിത്യചൈതന്യ യതി കരിഞ്ചന്ത, പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ, കുമാരനാശാൻ ദുരവസ്ഥ, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ്. എയും ബിയും തെറ്റാണ്. അപ്പോൾ നിത്യചൈതന്യ യതി കരിഞ്ചന്ത തെറ്റാണ്. പന്തിഭോജനം സഹോദരൻ അയ്യപ്പനും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. ഇത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഇത് ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പോൾ എന്താണ്? കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഇത് ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കലയും കഥാകാരനും. അടൂർ ഗോപാലകൃഷ്ണൻ, JC ഡാനിയൽ, റസൂൽ പൂക്കുട്ടി, തോപ്പിൽ ഫാസി. ഇവരുമായിട്ട് ചേരുന്ന 4 കൊടുത്തിട്ടുണ്ട്. ഓസ്കാർ നേടിയ ആദ്യ മലയാളി, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, മലയാള സിനിമയുടെ പിതാവ്, ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. അടൂർ ഗോപാലകൃഷ്ണൻ എന്തിനാണ് ഉൾപ്പെടുക? ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. A4 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ബി ആണ് ആൻസർ. 4, 3, 1, 2. അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ചേരുന്നതാണ് 4. ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. അടുത്ത JC ഡാനിയൽ, മലയാള സിനിമയുടെ പിതാവാണ്. റസൂൽ പൂക്കുട്ടി, ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. തോപ്പിൽ ഫാസി, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് സ്ഥാപിച്ചത് തോപ്പിൽ ഫാസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 മാർച്ച് 30 2ാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള
ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം എന്നാണ്. ഓപ്ഷൻ സി ആണ് കുമരകം. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം എവിടെയാണ്? കുമരകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിയും ഡിയും ശരിയാണ്. അപ്പോൾ സി എന്താ? ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവയാണ് അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവ. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇവ രണ്ടുമാണ്. കേരളത്തിൻ്റെ കലാരൂപമല്ല, തമിഴ്നാടിൻ്റെ കലാരൂപമാണ് ഭരതനാട്യം. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപ് സമൂഹത്തിലേക്കുള്ള ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഇത് ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്, ഇതിനകത്ത് ആൻസർ ഇല്ല. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതിലും ആൻസർ ഇല്ല. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഒന്നാമത്തേത് ആനമുടി, രണ്ടാമത്തെ മീശപ്പുലിമല. അടുത്ത ക്വസ്റ്റ്യൻ, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി മിസോറമാണ് മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലൂടെ കടലിടുക്ക്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലൂടെ കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്? റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയപാത NH1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇതിനകത്ത് ആൻസർ ഇല്ല. ഡൽഹി ടു അട്ടാരി, പഞ്ചാബിലെ അട്ടാരി വരെയാണ് ദേശീയപാത നാഷണൽ ഹൈവേ 1 ബന്ധിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ജാംനഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ബി 1951 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആണ് 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ ആണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായവ കണ്ടെത്തുക. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ ഓഫീസർമാരും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് ആൻസർ എന്താ? ഡി ആണ് ആൻസർ. 1, 3, 4 ശരിയാണ്. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. അത് ശരിയാണ്. അടുത്ത 3ാമത്തെ പോയിന്റാണ്, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അതും ശരിയാണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഓപ്ഷൻ സി വിശ്വാസ് മേത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ബ്രിട്ടനിൽ നിന്നാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമേ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ജനങ്ങളുടെ ഓപ്ഷൻ ബി ആണ് മോത്തിലാൽ നെഹ്റു. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? 3 മാസം. ഓപ്ഷൻ സി ആണ് ആൻസർ, 3 മാസം. അടുത്ത ക്വസ്റ്റ്യൻ, 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് പൊതു താൽപര്യ ഹർജിയുമായാണ്. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതു താൽപര്യ ഹർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് ആര്? വരിക വരിക സഹചര്യ ഗാനം രചിച്ചത് ബി അംശി നാരായണ പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ സി ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ? സന്യാസി ആനന്ദമഠം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, രേഖാംശ രേഖകൾ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ എന്ത് പറയുന്നു? രേഖാംശ രേഖകൾ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ മലാല യൂസഫ്സായ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റെയ്ച്ചൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി? ഓപ്ഷൻ ബി ശിവജിയാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. അടുത്ത ക്വസ്റ്റ്യൻ, കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയെ എന്ത് പറയുന്നു? 38 എ ആണ് ആൻസർ, ഹരിത ഗൃഹകൃഷി എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ്? ഓപ്ഷൻ സി ഇന്ത്യയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ഇവയെ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇതെല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം? അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ്? ഓപ്ഷൻ ബി തെർമോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ചാന്നാർ ലഹളയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ആരാണ്? കൈസർ ഇ ഹിന്ദ് തിരികെ നൽകിയത് ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഒട്ടകം ആണ്. മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം? മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്തിൻ്റെ ജീവരക്തം വിശേഷിപ്പിക്കപ്പെടുന്ന നദി? ഈജിപ്തിൻ്റെ ജീവരക്തം ഏതാണ്? ഓപ്ഷൻ ബി നൈലാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും
ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകം ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിതയാണ്? ഓപ്ഷൻ സി മാഡം പിക്കാജി ഗാമ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാരാണ്? ലിട്ടൺ പ്രഭു. ഓപ്ഷൻ എ ആണ് ആൻസർ. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ 21A ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാക്കുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തതേത്? ഓപ്ഷൻ സി ആണ് വ്യക്തിഗത ആദായ നികുതി. പരോക്ഷ നികുതിയല്ല, ഇത് പ്രത്യക്ഷ നികുതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് കൊടങ്ങരപ്പള്ളം പുഴ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? പെരികാർഡിയം കാണപ്പെടുന്നത് ഹൃദയത്തിലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? ഇതിലെല്ലാ രോഗങ്ങളും അന്തരീക്ഷ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഇത് ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ഡി നിശാന്തത. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു? മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഓപ്ഷൻ എ ടാർട്രസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ പദ്ധതിയാണ്? ഓപ്ഷൻ ബി ആണ് വയോമധുരം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, പപ്പായയുടെ ജന്മദേശം എവിടെയാണ്? ഓപ്ഷൻ എ അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം. നെൽച്ചെടിയിലെ പരാഗണകാരി ആരാണ്? ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. കാറ്റാണ് നെൽച്ചെടിയിലെ പരാഗണകാരി. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തമുണ്ടായത് എന്നാണ്? ഓപ്ഷൻ ബി 2017 നവംബർ 29 ഓഖി ദുരന്തം ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രശങ്കര ഏത് വിളയുടെ ശങ്കര ഇനമാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെങ്ങാണ് ചന്ദ്രശങ്കര. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഓപ്ഷൻ എ ആണ് പ്രോട്ടോൺ ആണ്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ്റെ അയിര് എന്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? വാതകമാണ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിലാണ്? ഓപ്ഷൻ എ 7 pH മൂല്യം ഉള്ളതിലാണ് കുമ്മായം ചേർക്കേണ്ടത്. അടുത്ത, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് എത്ര ദിവസം വേണ്ടി വരുന്നു? എത്ര ദിവസമാണ്? ഓപ്ഷൻ എ ആണ് 23 ദിവസമാണ് ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് ആവശ്യമായി വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്
ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനം. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതയുമായി പരിഗണിക്കാവുന്നവ ഏവ? വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇതിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയിലൊന്നുമില്ല. ഇവ മൂന്നും കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷത അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് സംവഹനം. അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ് തിരുവാതിര. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോവുക കേട്ടോ.